അന്ന് ആരെയാണ് പ്രേമിക്കേണ്ടതെന്ന് സലീഹ ബീവിക്ക് അറിയില്ല. പ്രണയശാസ്ത്രം ഒരു ഹൽക്കിൽ ഒതുക്കി സലീഹ ബീവി അത്ഭുതപ്പെട്ട് ആ ഹൽക്കിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചു. അവസാനം കുപ്പായൊക്കെ പിടിച്ച് കയറി ഞാൻ അങ്ങോട്ട് പോണില്ല. ഇതേ സലീഹ ബീവി യൂസഫിന്റെ ഭാര്യയായി വന്നപ്പോൾ മണിയറയിൽ സുജൂദ് കിടന്ന കാര്യമാണ്. യൂസഫ് ഇങ്ങനെ കാത്തിരിക്കാൻ വരുന്നില്ല. അപ്പൊ യൂസഫിനെ വിളിച്ചു, സലീഹ ഒരു മിനിറ്റ്, ഞാൻ ആ പഴയ യൂസഫ് എന്നല്ലേ? അപ്പൊ എനിക്ക് ഹലാലായിട്ട് കിട്ടി നോക്കുമ്പോ ഈ തിരിഞ്ഞു നോക്കുന്നില്ല. ഹറാമായിരുന്ന കാലത്ത് ബാക്കിൽ കൂടിയിട്ട് കുപ്പായം കയറും ചെയ്ത്. അപ്പൊ ഞാൻ ഹലാലാ തിരിഞ്ഞു നോക്കാനോട്ട് എനിക്ക് വെയ്യാണ്. ഇതെന്താ സലീഹ, ഞാൻ ആ പഴയ യൂസഫ് അല്ലേ, എനിക്ക് എന്തിന്റെ കുറവുള്ളത്? അപ്പൊ സലീഹ പറഞ്ഞു, സോറി, മെഹബൂബ് ആരാന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. മെഹബൂബിനെ തിരിഞ്ഞ് ഞാൻ പ്രണയിച്ചു നോക്കുമ്പോ പ്രേമത്തിന്റെ രസം കൊണ്ട് സുജൂദിന്റെ ചുംബനത്തിൽ നിന്ന് നെറ്റിയെടുക്കാൻ എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ കുറച്ചും കൂടി സുജൂദ് ചെയ്യട്ടെ. ഒരു വാദപ്രയോഗം നടത്തി മലപ്പുറത്ത് വെച്ചിട്ട്. അതിലോതി ആയത്ത് ആകെ കൊള്ളായി. ഓതാൻ കഴിയുന്നതിൽ നടത്തിയ വാദപ്രയോഗം. അതിൽ ഓതി ആയത്ത് ആകാണ്ട് കൊള്ളായി. കഴിയുന്ന തെളിയിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അതിനേക്കാളും കൊള്ളായി. ഷഹാദത്ത് കലിമാന്ന് പോലും മഹർ തെറ്റാതെ ആൾക്ക് പറയാൻ കഴിയില്ല. അപ്പൊ അയാൾക്ക് വൈക്കൂടാ. പിന്നെ ആരിഫ് ഹുസൈൻ അല്ലേ, വെറും നാടകം, വെറും പരിഹാസം. കേരളത്തിൽ ഇത്രമാത്രം പരിഹസിക്കുന്ന ഒരു മനുഷ്യനെ എന്റെ കാലത്തിനിടെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അല്ലാഹു അയാളുടെ ശർറിൽ നിന്ന് മുസ്ലിമത്തിനെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇയാൾക്കാണ് കുറച്ച്, പക്ഷെ അയാൾ പോയി കൊറോണ കാലത്ത് ഇസ്ലാമൊക്കെ തിരിച്ചു വന്നു. അപ്പൊ ആള് തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനായി മാറി. അയ്യോ മൗലവി, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അയാൾ ഒരിക്കൽ പറഞ്ഞു, ഞാൻ തിരിച്ചു വരാൻ കാരണം എന്റെ ഉമ്മ കാബത്തൊക്കെ പോയിട്ട് മനം പൊട്ടിയിട്ട് വരുന്നതാണ്. രണ്ടാമത് അയാൾ പറഞ്ഞു, എന്റെ നാട്ടിൽ 7 കൊല്ലത്തിലും വർഷാന്തം വാഗുണ്ടാകുന്നതാ, 4-5 ദിവസം വാഗുണ്ടാകുന്നതാണ്. ആ 5 ദിവസങ്ങളിൽ സ്റ്റേജിലേക്ക് ഒരു എഴുത്ത് വരാറുണ്ട്, മോന്റെ ഹിദായത്തിന് തോർക്കണേ 1000 രൂപ. അത്രേ പറയുള്ളൂ. എന്റെ മോന്റെ ഹിദായത്തിന് തോർക്കണം 1000 രൂപ. ഈ കൊടുത്താക്കുന്ന അയ്യൂമൗലവിന്റെ ഉമ്മയാണെന്ന് കേൾക്കണവർക്കൊക്കെ അറിയാം. ദ്വാരിപ്പിച്ച് കാബത്തകം പോയി കില്ല് പിടിച്ച് ദ്വാരുന്ന് ആ കണ്ണീരാണ് ഞാൻ തിരിച്ചു വരാൻ കാരണം. അയ്യൂമൗലവിയാണ് പ്രസംഗിച്ചത്, ഉമ്മാരെ മക്കൾക്ക് വേണ്ടി നന്നായി ദ്വാർക്കണം, ഇനിയുള്ള കാലത്ത് ദ്വാന്റെ പട്ട കൊണ്ട് കെട്ടിയിടണം. ഉമ്മാന്റെ ദ്വാ എങ്ങനെയാ? മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മ വഫാത്തായതിനു ശേഷം മൂസാ നബി തൂരി സീന മല കയറുമ്പോ അള്ളാഹ് പറഞ്ഞു, മുറുക്കി പിടിച്ച് കയറിക്കോളി, വീഴാൻ സാധ്യതയുണ്ട്, പൊമ്മല്ലല്ലോ എന്നാണ്. പൊമ്മല്ലല്ലോ കാരണം എന്താ? ഉമ്മളായിട്ട് ഉമ്മ തോർക്കും, പഠിച്ചോനെ എന്റെ മോനെ അപകടം രക്ഷപ്പെടുത്തണമെന്ന്. അപ്പൊ മല കയറുമ്പോ വീഴൂല, അപ്പൊ തോർക്കമ്മല്ല, അപ്പൊ വീഴും ചിലപ്പോ. അവണ് മുറുക്കി പിടിച്ച് കയറിക്കോളില്ല. ഇതാ അള്ളനെ പഠിപ്പിക്കണത്. എന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്ന ഒരു കാലം 2 കൊല്ലം വഫാത്തായി. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. അന്ന് ഞാൻ എൻ്റെ കാറിന്റെ ബാക്കില് ഒരു ബെഡ് ഉണ്ടായിട്ടിട്ട് ഉറങ്ങലാണ്. കാസർഗോഡ് കണ്ണൂർ നിന്നൊക്കെ വരുമ്പോൾ അതേ ഉറക്കമുള്ളൂ. അപ്പൊ നന്നായിട്ട് ഉറങ്ങും. കാരണം എനിക്ക് ആക്സിഡന്റ് ഒന്നും വരില്ല എന്നൊരു പ്രതീക്ഷ ഉണ്ട്. കാരണം എൻ്റെ അമ്മ ദൂരത്തുനിന്ന് ഞാൻ യാത്ര ചെയ്ത് വരുന്നേരം എനിക്ക് വേണ്ടി ദ്വാരക്കുന്ന ആളാണ്. ഇപ്പൊ ഞാൻ ആ ബെഡ് 2 കൊല്ലമായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്, ഉറങ്ങിയിട്ടില്ല. കാരണം ഞാൻ ഡ്രൈവറെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കലാണ്. ദ്വാരക്കമ്മല്ല, ഒരു തടവാണ്, ബാപ്പ ഒരു തടവാണ്. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ പറയാം, അമ്മയും ബാപ്പയുള്ള കുട്ടികള് പോയതറിയില്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പോയാൽ ശരിക്കും മനസ്സിലാവും. ഓരോ വിളിയും നിങ്ങൾക്ക് ഒരു വേദ. ഉമ്മാന്റെ വിളി പോലെ, ഉമ്മാന്റെ ഡ്രസ്സ്, ഉമ്മാന്റെ അയല്, ഉമ്മാന്റെ ബെഡ്, കണ്ണീരല്ലാതെ ആരോട് പറയാൻ? അള്ളാഹു മരിച്ച വാപ്പാർക്കുമാർക്കും മഗ്ഫിറത്ത് പറഞ്ഞു. കാരണം ഓന്റെ അവസ്ഥ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞേ. തോറ്റപ്പോ പറയാം, സാർ പറഞ്ഞിട്ടല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് നല്ല എളുപ്പമുണ്ടല്ലോ ഇപ്പൊ പാസ്സാക്കാൻ. അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ. നിന്റെ അവസ്ഥ നേരത്തെ കണ്ടിട്ടാണ് പറയുന്നത്. മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂൽ ഒക്കെ കണ്ടു, ഇത് മാത്രമല്ല ഒക്കെ കണ്ടില്ലേ? സ്വഹാബാക്കൾ പറഞ്ഞില്ലേ, അവസാനമായപ്പോൾ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് എണീറ്റ് നിന്നുകൊണ്ട് റസൂലുള്ള ചില കാര്യങ്ങളൊക്കെ ദീർഘമായി പറയും. ഖിയാമത്ത് നാൾ വരെ ലോകത്ത് സംഭവിക്കാനുള്ള ഓരോ കാര്യങ്ങളും ഈ എണ്ണി പറയുന്നതാ നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെയല്ലേ കീറക്കുപ്പായമിട്ടുകൊണ്ട് തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന പട്ടിണി പാവങ്ങളായ സ്വഹാബാക്കളോട് മണ്ണുകൊണ്ട് തേമ്പി പിടിപ്പിച്ച, ഈത്തപ്പന കൊണ്ട് വടഞ്ഞുണ്ടാക്കിയ, ചരലുകൾ കൊണ്ട് നിവർത്തിച്ചു വെച്ച് തിണ്ണയുണ്ടാക്കിയ, പള്ളിയിൽ വന്നിരിക്കുന്ന കീറക്കുപ്പായമിട്ട പട്ടിണി പാവങ്ങളായ സ്വഹാബാക്കളോട് മുത്തു മുസ്തഫ എന്ന് പറഞ്ഞതല്ലേ, സ്വഹാബാ
ഞാനും നിങ്ങളും ഇരിക്കുന്ന ഈ പള്ളിയിൽ മണ്ണുകൊണ്ട് തെമി പിടിപ്പിച്ച കൂന്ന് കടക്കേണ്ട ഈ ചെറിയ കുടില് പോലെയുള്ള പള്ളിയില്ല. ഈ പള്ളിയെ ദജ്ജാൽ ഇറങ്ങിയിട്ട് കുന്നിന്റെ മാമല മുകളിൽ കയറിയിട്ട് എന്റെ ഈ പള്ളി കണ്ടാൽ അന്ത്യപ്രളയ സമയത്ത് ഇറങ്ങി വരുന്ന ദജ്ജാൽ എന്ന് പറയുന്നതാ ലിമനിൽ ഖസറുൽ അബ്യദോ, ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം? ഈ വെള്ളക്കൊട്ടാരം ആരുടേതാ? കേട്ടവർ പറയോ ഹാദാ ഖസറു മുഹമ്മദിൻ, ഇത് മുഹമ്മദിന്റെ വൈറ്റ് പാലസാ എന്ന് ദജ്ജാലിനോട് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നതാ എന്ന് നബിയുനാ റസൂലുള്ളാഹി അന്നബി ഹാദിറു يعلموا علم اليقين أن رب العالمين فرض صلى عليه أن رب العالمين فرض صلى عليه الله 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 ഒരു പക്ഷേ അള്ളാന്റെ റസൂല് മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് ദീർഘദർശനം നടത്തുന്ന സമയത്ത് ആ സ്വഹാബാക്കളിൽ ഈ മഖബറയിൽ കിടക്കുന്ന തമീമുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പറയുന്ന സംഗതി നേരെ ചൊവ്വേ മുമ്പിൽ നിന്ന് കേട്ടാലാണ് അവിടെ കിടക്കുന്ന അവർക്ക് ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ, അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ നന്നാക്കണേ അല്ലാ.